എൻ്റെ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നെ വേണം. ആ ഒരു ടൈമിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പം ഞാനും അതേ രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പം നമ്മൾ ചിലർ പറയാറുണ്ട്, ആണുങ്ങൾ ചെയ്യുന്ന എല്ലാം പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാം ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു യുദ്ധത്തിൻ്റെ ഒരാവശ്യമില്ല. ആണാണും പെണ്ണുമാണ്. അവരവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, അവരവരുടേതായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ വീക്ക്നെസ് എന്ന് പറയുന്നത്, നെഗറ്റീവ് എന്ന് പറയുന്നത് വീക്ക്നെസ് എന്ന് പറയുന്ന കാര്യങ്ങളുമുണ്ട്. അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവനവന് ചെയ്യുക. അതല്ലാണ്ട് അതിന് ആരോ വരാത്തത് കൊണ്ടാണ്, അവരെനിക്ക് സന്തോഷം തരാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കഥയില്ല. നമുക്കൊക്കെ സാഡ്നെസ് വരും. നമ്മൾ സൂപ്പർ ഹ്യൂമൻ ബീയിങ്സ് ഒന്നുമല്ല. ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, നമ്മൾ കരയും, ചിലപ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മളൊരു ഡസ്റ്റ് അടിച്ചിട്ട് ഒരു ഇരിപ്പിരിക്കും. പക്ഷേ അത് എത്ര സമയം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. എനിക്ക് തോന്നുന്നു ഞാനിതൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്യുന്നത് പോലും. ശ്രീവിദ്യയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീവിദ്യയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സെറ്റ് ബാക്കിനെ മാറ്റിമറിച്ച് അതിലുള്ള ബ്ലെസ്സിങ് കണ്ടിട്ടാണ് യു മൂവ്ഡ് അഹെഡ് ഇൻ ലൈഫ്. പ്ലീസ് ടെൽ മീ ഇൻ യുവർ ഓൺ വേർഡ്സ്, ഹൗ വാസ് ദിസ് ഫോർ യു, ദിസ് ജേർണി ഫോർ യു ഫ്രം യുവർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്വീറ്റ് ചൈൽഡ്ഹുഡ് ഒന്നും ആയിരുന്നില്ല. കുറേയേറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ അമ്മയ്ക്ക് സിംഗിൾ ചൈൽഡാണ്. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു ഒക്കെ പോയതാണ്. അത് ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് എൻ്റെ 25 ഡേയ്സിലാണ് അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് പോകുന്നത്. ഇപ്പം അച്ഛനെ ഞാൻ കാണാറുണ്ട്. ഓക്കെ, എനിക്കതിൽ യാതൊരു എന്താ പറയുക, അച്ഛൻ അന്ന് അങ്ങനെ ഇട്ടിട്ട് പോയിട്ടല്ലേ, അല്ലെങ്കിൽ ആ മനുഷ്യനോടൊരു ദേഷ്യം, വാശി, ഇങ്ങനെയുള്ളതൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നെ വേണം. ആ ഒരു ടൈമിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പം ഞാനും അതേ രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ വീക്കസ്റ്റ് പോയിന്റിൽ നമ്മൾ വിട്ടിട്ട് പോകും. ദാറ്റ് ഡസ് നോട്ട് മീൻ അവരുടെ വീക്കസ്റ്റ് പോയിന്റിൽ നമ്മൾ അവരെ വിട്ടിട്ട് പോകണം. അതുകൊണ്ട് അർത്ഥമില്ല. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ അച്ഛനെ കുറ്റപ്പെടുത്താറോ എനിക്ക് തോന്നുന്നു ഞാനിതൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്യുന്നത് പോലും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ഒരു ടൈം എത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ പ്രശ്നങ്ങളാണോ നമ്മൾ മുൻനിർത്തി നമ്മളെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, അതോ നമ്മുടെ സ്കിൽസ് കൊണ്ടാണോ ആളുകൾ നമ്മളെ കാണേണ്ടത്? അതിലെന്തുകൊണ്ട് ആളുകൾ നമ്മളെ കാണണമെന്ന് നമ്മൾ തീരുമാനിക്കുക. നമുക്കുണ്ടായ ആ സെറ്റ് ബാക്സിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഇതിലൊരു വലിയ പാഠം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ 101 ഇഷ്യൂസ് ഉണ്ടായിക്കോട്ടെ, അതെന്താണെന്നുള്ളത് അവരവർക്ക് മാത്രമേ അറിയാവൂ. ലോകത്ത് മറ്റൊരാൾക്കും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ പറയും, സൈക്കോളജിസ്റ്റ് ആയാലും തെറാപ്പിസ്റ്റ് ആയാലും സൈക്കാട്രിസ്റ്റ് ആയാലും അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ അവരവർക്ക് മാത്രമേ കഴിയുള്ളൂ. പക്ഷെ നിങ്ങൾ 2 വ്യക്തികൾ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളുണ്ടാവും. അവർ ഇതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരരുത്. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ, നിങ്ങൾ തമ്മിൽ പിണങ്ങിക്കോ, നിങ്ങൾ തമ്മിൽ എന്തോ ചെയ്തോ, പക്ഷേ ആ ചൈൽഡ് അതുകൊണ്ട് ഒരു പ്രശ്നം അനുഭവിക്കരുത്. ആ കുഞ്ഞ് നിങ്ങളുടേതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ദ ചൈൽഡ് ഈസ് യുവേഴ്സ്. അപ്പോൾ ആ കുട്ടിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക, ആ കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. കുട്ടിയായിരിക്കുമ്പോൾ, വലുതായിരിക്കുമ്പോൾ വേണമെന്ന് ഞാൻ പറയും, കുഞ്ഞായിരിക്കുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാനൊരു ഉത്തരവാദിത്വം അമ്മ അച്ഛൻ എന്ന നിലയിൽ നിങ്ങൾക്ക് 2 പേർക്കുമുണ്ട്. അത് എല്ലാവരും, അത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ പുരുഷൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഒരിക്കലും ആരും വിചാരിക്കരുത്. നിങ്ങളാൽ ഈ ഭൂമിയിലേക്ക് വന്ന ഒരു ജന്മമാണോ അത്, നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ ചില കർത്തവ്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഡു ദാറ്റ്. അത്രയും. Your mother has been your biggest strength. Biggest strength. Tell me about your mom. ശ്രീ പറഞ്ഞു വരുമ്പോൾ you make it sound very simple. പക്ഷേ I can't imagine childhood would have been like ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിരുന്നേനെ. Please tell me, how did you cope up with these difficulties? And പ്രത്യേകിച്ച് അമ്മയെക്കുറിച്ചൊന്ന് പറയൂ, ബിക്കോസ് അമ്മയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. So can you please talk about her? അമ്മ ആണ് എനിക്ക് ലൈഫിലെ എല്ലാം. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് 2 പേരാണെന്ന് ഞാൻ പറയും. ഒന്ന് അമ്മയും ഒന്ന് അപ്പൂപ്പനും. അപ്പൂപ്പനാണ് കുട്ടിക്കാലത്ത് എന്നെ എല്ലാം കൊണ്ടു നടന്നതും
ഇങ്ങനെ ഈവൻ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ കാണുന്ന ഓരോ സാഹചര്യങ്ങളെ ചോദിച്ചിട്ട് അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും. എൻ്റെ ലാംഗ്വേജൊക്കെ കുറച്ച് ഡെവലപ്പ് ആയത് അപ്പൂപ്പൻ കാരണമാണ്. അപ്പം അത് ചെയ്യാൻ പറയുക. പിന്നെ അപ്പൂപ്പൻ ഒരു തുള്ളൽ കലാകാരൻ കൂടിയായിരുന്നു, ഓട്ടംതുള്ളൽ. അപ്പോൾ തുള്ളലിൻ്റെ പാട്ടുകൾ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കഥ പറയുമായിരുന്നു. അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കഥ പറയുന്ന ശീലം കിട്ടിയിരിക്കുന്നത്. അപ്പൂപ്പൻ്റെ കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണവും മഹാഭാരതവും ബൈബിളിലെയും ഖുറാനിലെയും എല്ലാം ഭയങ്കരമായിട്ട് കഥകൾ വായിക്കുകയും ഈ കഥകൾ രാത്രി കഥ കേൾക്കാതെ ഞാൻ ഉറങ്ങില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-13 വയസ്സ് വരെ ഞാൻ കഥ കേൾക്കാതെ ഉറങ്ങിയിട്ടില്ല. യു ബിലീവ് മീ. ഞാൻ അപ്പൂപ്പൻ്റെ കൂടെ കിടക്കും, അപ്പൂപ്പൻ്റെ കൂടെ കിടന്ന് ഇങ്ങനെ ഓരോ കഥ, അതിൽ ഈ അരക്കില്ലത്തിൻ്റെ കഥയൊക്കെ എനിക്ക് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് എനിക്ക്, കാരണം അതിൻ്റെ ഒരു ആഖ്യാന രീതി ഉണ്ടല്ലോ. അവരിങ്ങനെ പാണ്ഡവരകത്ത് പോയതും അതിനുശേഷം അവർ വന്ന് അതിനെ കത്തിക്കാൻ നടത്തുന്ന ശ്രമവും അതിൽ നിന്ന് രക്ഷപ്പെട്ടതും അതിൻ്റെയൊക്കെ ഓരോ വിവരണം ഇങ്ങനെ പറയും. അപ്പോൾ ഈ കഥകൾ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരിതുണ്ട്, ഇതിൻ്റെ ഒരു ആഖ്യാന ഇതുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വളരെ ബോൾഡായിട്ട് ലൈഫിനെ കാണാൻ പഠിപ്പിച്ചതും അപ്പൂപ്പനാണ്. ആരും ഇല്ല എങ്കിലും സ്വന്തമായിട്ട് നിൽക്കണമെന്നും ജീവിതത്തിലൊരു വളരെ നല്ല നിലവാരത്തിൽ എത്തണം എന്നുള്ളതും കുട്ടിക്കാലം മുതൽ നമ്മൾ പറയില്ല, ഇങ്ങനെ മന്ത്രം ചൊല്ലണ പോലെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. എൻ്റെ എല്ലാ സക്സസ്സിലും ഒരുപാട് സന്തോഷിച്ച ആളാണ് അപ്പൂപ്പൻ. അപ്പൂപ്പൻ 93-ാമത്തെ വയസ്സിലാണ് എന്നെ വിട്ടുപോയത്, 2012. അപ്പോൾ അതും ഈവൻ അപ്പൂപ്പൻ്റെ മരണം പോലും ഒരു ഇതായിരുന്നു. വെച്ചാൽ പണ്ട് തൊട്ട് എന്നോട് പറയായിരുന്നു, മകനോ മകളോ ആകുന്നത് ഇങ്ങനെ ജന്മം കൊണ്ടാകും, പക്ഷേ ഒരു പുത്രനോ പുത്രിയോ ആകുന്നത് മരണസമയത്ത് നമ്മൾ പും എന്ന് പറയുന്നൊരു നരകം ക്രോസ് ചെയ്യുമെന്നും ആ നരകം ക്രോസ് ചെയ്യാനായിട്ട് പേടിപ്പിക്കാതെ നമ്മളെ കൈ പിടിച്ച് ആ നരകത്തിനെ ആരാണ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ് നമ്മുടെ പുത്രനോ പുത്രിയോ ആവുക. അപ്പോൾ നീ ജീവിതത്തിൽ എൻ്റെ പുത്രിയാകണം എന്ന് ഇങ്ങനെ അപ്പൂപ്പൻ പറയുമായിരുന്നു. അപ്പൂപ്പൻ മരിക്കണ സമയത്ത് ഞാനാണ് ICUവിൽ തൊട്ടടുത്ത് ഉണ്ടായിരുന്നത്. ആൻഡ് സാധാരണ നമ്മൾ പറയും മരണസമയത്ത് ഒരാൾ നമ്മുടെ മടിയിൽ കിടന്ന് മരിച്ചു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയാറില്ലേ. പക്ഷേ അപ്പൂപ്പൻ്റെ കേസിലെന്ന് വെച്ചാൽ അപ്പൂപ്പൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അധിക സമയം ഇല്ല എന്നുള്ള കാര്യം എന്നോട് പറയുന്നുണ്ട്. ഞാനപ്പോൾ അപ്പൂപ്പൻ്റെ നെഞ്ചിൽ എൻ്റെ തല ഇങ്ങനെ വെക്കണു. ഞാൻ എന്നിട്ട് അപ്പൂപ്പനെ കണ്ണിലിങ്ങനെ നോക്കണം. അപ്പൂപ്പൻ എൻ്റെ കണ്ണിൽ നോക്കുന്നുണ്ട്. വൈകുന്നേരം 6:10 സമയം, സന്ധ്യാസമയമാണ്. അപ്പം ഞാൻ സന്ധ്യയ്ക്ക് ചൊല്ലണ നാമം ഞാനിങ്ങനെ ഒച്ചത്തിൽ പറയണം. ICUവിനകത്താണ്, ഒച്ചത്തിൽ പറയണം. അപ്പം പിന്നെ എന്നെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ കാണുന്നുണ്ട്, നമ്മൾ പറയില്ലേ കണ്ണിൽ നിന്ന് ജീവൻ അങ്ങ് പോയിന്ന്. ഓക്കെ, അങ്ങനെ എനിക്ക് ചെവിയിൽ അപ്പൂപ്പൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് കേൾക്കാം. ബീറ്റ് ചെയ്യുന്നതും അവസാനം അത് ബീറ്റ് ചെയ്ത് നിൽക്കുന്നതും ഇപ്പോഴും ചിലപ്പോൾ കിടക്കുന്ന സമയത്ത് ഞാൻ ആ ഹൃദയം ഇടിച്ച് നിൽക്കണത് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ആ പോയ ഇത് എവിടെയോ എൻ്റെ ഉള്ളിൽ ആ പ്രസൻസ് ഉണ്ടെന്ന് ഞാൻ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഞാൻ വിശ്വസിക്കാറുണ്ട്. ബിക്കോസ് ഹി വാസ് അബ്സല്യൂട്ട്ലി ഹാപ്പി ഇൻ ഓൾ മൈ ഗ്രോത്ത്. ഞാൻ വീട് വെച്ചപ്പോഴായാലും ഓരോ മത്സരങ്ങളിൽ വിജയിക്കുമ്പോഴായാലും ഒരു കുട കുത്തിയിട്ടാണ് അപ്പൂപ്പൻ നടക്കുമായിരുന്നത്. നമ്മൾ കാലം കുട എന്ന് പറയുന്ന സാധനമില്ല, അത് കുത്തിയിട്ടാണ് പോവുക. അപ്പോൾ ഞാൻ ഈ വേദികളിലൊക്കെ കുട്ടിക്കാലത്ത് പ്രസംഗിക്കുമ്പോൾ അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ആളുകളിരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പൂപ്പൻ ഈ കുടയുടെ പുറത്ത് ഇങ്ങനെ കൈപിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഈ പറയണത് ഭയങ്കര സന്തോഷത്തോടെ കേൾക്കും. എന്നിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ട് എൻ്റെ പേരക്കുട്ടിയാണെന്ന് ഇങ്ങനെ പറയും, ഭയങ്കര അഭിമാനത്തോടു കൂടി. അപ്പം ആ അപ്പൂപ്പനെയും ഭയങ്കര പ്രൗഡായിട്ട് ലൈഫിൽ നിർത്തണം, ഇതൊക്കെ വലിയ ആഗ്രഹങ്ങളായിരുന്നു. ഈവൻ അമ്മ വളരെ പ്രൗഡായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഇത്. കാരണം അമ്മയായാലും ഇപ്പം അച്ഛൻ ഉപേക്ഷിച്ച് പോയ സമയത്ത് അമ്മയ്ക്കൊരു ഭയങ്കര സ്ട്രഗിളിലൂടെ അല്ലേ അമ്മ കടന്നു പോയത്. അമ്മ റീമാരി ചെയ്തിട്ടില്ല, അപ്പം സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ വലുതായി കഴിയുമ്പോഴത്തേനും എപ്പോഴൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, അച്ഛൻ ഇറങ്ങിപ്പോയ സമയത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രസവിച്ചിട്ടാലും എന്നെക്കൊണ്ട് വളർത്താൻ പറ്റുമോ, പെണ്ണാണ് എന്നുള്ളത്. അപ്പം വളർത്തി കാണിക്കും എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് വളർന്ന് ഞാൻ കാണിക്കണം എന്നുള്ളത് എൻ്റെ ഉള്ളിൽ കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മൾ ഒരു വിത്തായി ഇട്ട് തന്ന ഒരു കാര്യമാണ്. അപ്പം അതിലൂടെ വളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിൽ ഞാൻ ആരെയും ഉപേക്ഷിച്ച് പോയവരായിക്കോട്ടെ, കൂടെ നിന്നവരായിക്കോട്ടെ, കൂടെ നിന്നുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നവരായിക്കോട്ടെ, ഓക്കെ, ഞാൻ ആരെയും ഇവരെൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവർ കൊടുത്തിട്ടില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, ഞാനൊരു പടികൂടി വീഴുന്നുണ്ടെങ്കിൽ അത്, ഞാനതിൽ നിന്ന് കയറുന്നുണ്ടെങ്കിൽ അത്, ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ വെറും സാഹചര്യങ്ങളെ മാത്രം കുറ്റം പറഞ്ഞ് നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ചിലപ്പോൾ അബദ്ധം കാണിക്കും തന്നെയാണ് ലൈഫിൽ. നമ്മൾ പക്ക മണ്ടത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പക്ഷേ അത് മണ്ടത്തരമായി എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തിൽ അവിടെ നിന്ന് കയറാൻ പഠിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം മാറിയാൻ പോകുന്നത്.
പലരും ആ വീണടത്ത് കിടന്നിട്ട് ആ സാഹചര്യത്തിനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. ആരും വന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തി തരാനോ നമ്മളെ പൊക്കിയെടുത്ത് മേലേക്ക് കൊണ്ടുപോകാനോ പോകുന്നില്ല. നമ്മളായിട്ട് തന്നെ എണീക്കണം, നമ്മളായിട്ട് തന്നെ നടക്കണം. ആരോ വരും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനാദ്യം ജീവിതത്തിൽ നിന്ന് മാറ്റുക. അതാരായാലും അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവനവന് ചെയ്യുക. അതല്ലാണ്ട് അതിന് ആരോ വരാത്തത് കൊണ്ടാണ്, അവരെനിക്ക് സന്തോഷം തരാത്തത് കൊണ്ടാണ്, ഈ ആളെൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സാഡ്നെസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കഥയില്ല. നമുക്കൊക്കെ സാഡ്നെസ് വരും. നമ്മൾ സൂപ്പർ ഹ്യൂമൻ ബീയിങ്സ് ഒന്നുമല്ല. ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, നമ്മൾ കരയും. ചിലപ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മളൊരു എന്താ പറയുന്നത്, ഒരു ഡസ്റ്റ് അടിച്ചിട്ട് ഒരു ഇരിപ്പിരിക്കും. പക്ഷേ അത് എത്ര സമയം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അത് 10 ദിവസം നീളണോ 10 വർഷം നീളണോ 10 മിനിറ്റ് നീളണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അത് കഴിഞ്ഞ് തിരിച്ചു വരിക, അവനവന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ലൈഫിൽ മുമ്പോട്ട് പോവുക. ഈ ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ എത്രത്തോളം പേടിക്കുന്നുണ്ട് ശ്രീ? ഫെയിലിയറിനെ പേടി എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഞാൻ വിചാരിക്കുന്നത് നീ മുമ്പോട്ടുള്ള യാത്രയിൽ ഒരു പക്ഷേ ഫെയിലിയർ സംഭവിക്കും, അബദ്ധങ്ങൾ സംഭവിക്കും, തോൽവികൾ സംഭവിക്കും. പക്ഷേ എൻ്റെ ഉള്ളിലുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ആ തോൽവിയിൽ നിന്നൊക്കെ തിരിച്ചു കയറാൻ എനിക്ക് പറ്റുമെന്നുള്ളതാണ്. അത് തിരിച്ചു കയറാൻ പറ്റുമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വന്നത്, ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നമ്മൾക്കതൊരു പോരായ്മ എന്ന് പറഞ്ഞ വ്യക്തികളോടൊരു തിരിച്ചൊരു ഉത്തരം നൽകുകയാണ് ജീവിതത്തിലൂടെ തന്നെ. ഓക്കെ, ഒരു 100,000 പെൺകുട്ടികൾ ഇതൊരു പക്ഷേ ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആവുന്നുണ്ടായിരിക്കും ശ്രീ. ദാറ്റ് നമ്മൾക്ക് അതൊരു ഡ്രോബാക്ക് എന്ന് കരുതാതെ നമ്മളതൊരു സ്ട്രെങ്ത് ആക്കി മാറ്റി നമ്മൾ മുന്നോട്ട് വരികയാണ്. ഇങ്ങനെ ഈ തരത്തിലുള്ള സെറ്റ് ബാക്സ് ഫേസ് ചെയ്യുന്ന ഒരു ജെൻഡറിൻ്റെ ബേസിസിൽ സെറ്റ് ബാക്സ് ഫേസ് ചെയ്യുന്ന, അതിപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ സ്പേസിൽ മാത്രമല്ല പേഴ്സണൽ സ്പേസിലും, അവരോടൊക്കെ എന്താണ് ശ്രീക്ക് പറയാനുള്ളത്? വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദിസ് ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ? അതിന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഉണ്ട്, ഞാനത് ഇല്ല എന്ന് ഒരിക്കലും പറയില്ല. ആ ഒരു പ്രശ്നം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വേർതിരിച്ച് കാണുക. പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അത് ചിലവാണെന്നും, അല്ലെങ്കിൽ ആ കുട്ടി ജീവിതത്തിന് ദോഷമാണെന്നും, ആദ്യം ഉണ്ടാകേണ്ടത് ആൺകുട്ടിയാണെന്നും, ഇങ്ങനെയൊക്കെ പറയുന്ന വിശ്വാസങ്ങളും കാര്യങ്ങളും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ആളുകൾ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതേ സ്ഥാനത്ത് ഞാൻ കാണുന്ന വേറെയും ചില ലൈഫുകളുണ്ട്. വേറെയും ചില അച്ഛന്മാർ 3-4 മക്കൾ പെൺകുട്ടികളാണ്. പക്ഷേ അത് പെൺകുട്ടികളാണെന്നും പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി അവരെ വളർത്തുന്ന ഒരു അതും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഓൺ ദി അതർ സൈഡ് പെണ്ണായി പോയി എന്നുള്ളത് കൊണ്ട് ഇതിനെക്കൊണ്ട് വലിയ കാര്യം ഉണ്ടെന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നവരെ ഞാൻ കാണുകയാണ്. അപ്പം ഈ 2 ലൈഫുകളും മുന്നിൽ കാണുമ്പോൾ ഞാൻ പറയുന്നത് ഇത് ഓരോരുത്തരുടെ തോട്ട് പ്രോസസ്സ് കൊണ്ടുണ്ടാവുന്ന ഒരു സാധനമാണ്. ബട്ട് ആസ് എൻ ഇൻഡിവിജ്വൽ ഈ തോട്ട് നമ്മളിലേക്ക് വന്ന് അടിക്കുമ്പോഴത്തേനും നമ്മളിതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഞാൻ ആണിനെയും പെണ്ണിനെയും 2 ഇതായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചിലർ പറയാറുണ്ട് ആണുങ്ങൾ ചെയ്യുന്ന എല്ലാം പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാം ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു യുദ്ധത്തിൻ്റെ ഒരാവശ്യമില്ല. ആണാണും പെണ്ണുമാണ്. അവരവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, അവരവരുടേതായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ വീക്ക്നെസ് എന്ന് പറയുന്നത്, നെഗറ്റീവ് എന്ന് പറയേണ്ട വീക്ക്നെസ് എന്ന് പറയുന്ന കാര്യങ്ങളുമുണ്ട്. പക്ഷെ നമ്മുടെ ആ പോസിറ്റീവ് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ തന്നെ ജീവിതം എത്ര സുന്ദരമാണ്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ആവശ്യമില്ലാത്ത ഒരു ജെൻഡർ ഡിസ്പാരൻസിയെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ വറീഡ് ആവേണ്ട. അത് ഓരോരുത്തരുടെയും തോട്ട് പ്രോസസ്സ് കൊണ്ട് അവർ നമ്മൾ ആ രീതിയിൽ പലതായി കാണുകയും പറയുകയും ചെയ്യും. ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജന്മം കൊള്ളുന്ന ഓരോ ജീവജാലത്തിനുമുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ആ സ്പേസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതെല്ലാവരെ കൊണ്ടും പറ്റുന്നില്ല. എല്ലാവർക്കും ഇതെന്തിനാണ് ഇവിടെ, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടേണ്ടത് എന്നുള്ള കാര്യം ഇതാകുന്നില്ല. പക്ഷെ അത് വേണം, അതുണ്ടായാൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ശ്രീ, താങ്ക്സ് ഫോർ ഷെയറിങ് വാട്ട് യു ഡിഡ്. കാരണം ദിസ് ഇസ് നോട്ട് ഈസി. ഇതൊരു പേഴ്സണൽ സ്റ്റോറിയാണ്. ഇറ്റ്സ് വെരി പ്രൈവറ്റ് ടു യു, ബട്ട് യു ഷെയർഡ് ഇറ്റ് ഫോർ ദ മില്യൻസ് ഓഫ് ഗേൾസ് ഔട്ട് ദെയർ, കാണുന്നവർക്കൊക്കെ. ആൻഡ് യു ആർ ആൻ എക്സാമ്പിൾ. ഞാനിപ്പോൾ മുന്നിലിരിക്കുമ്പോഴും ആൻഡ് ഐ എം ട്രൂലി സേയിങ് ദാറ്റ്, ഞാൻ നേരത്തെ ശ്രീയുടെ ഓഫ് ക്യാമറ പറഞ്ഞു, ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുകയാണ്.
And you're telling me that there are no limits. There are just possibilities. നമ്മുടെ മനസ്സിലാണ് എല്ലാ ലിമിറ്റ്സ് സെറ്റ് ആക്കുന്നത്. And thank you for that. Now I would like to move on to your primary role as a career expert. So let's just get on with that part of your life profile. You know, ഇതുപോലെ തന്നെ in your professional space you might be interacting with a lot of children. ഇവരുടെയൊക്കെ criterias and requirements deal ചെയ്യുമ്പോൾ what are the things that are foremost in your mind as a career expert? കോഴ്സ് നല്ല കുട്ടികൾ വിൽ ഗോ ടു പ്ലേസസ് ലൈക്ക് IIT IIST ആ ലെവലിലേക്ക് പോകും. അപ്പോൾ പ്രൈവറ്റ് ആൾക്കാർ ഇങ്ങനെയുള്ള സ്കോളർഷിപ്സ് ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ സ്കോളർഷിപ്പിനെ മാത്രം കണ്ടുകൊണ്ട്, സ്കോളർഷിപ്പ് ഒരു മോശം കാര്യമാണെന്നോ സ്കോളർഷിപ്പ് ഇതാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്, അത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പല വീടുകളിലും അച്ഛൻ എന്ന് പറയുന്നത് കുട്ടികളുടെ കരിയറിൽ വലിയ ഫോക്കസ്ഡ് ആവുന്നില്ല. കാരണം അച്ഛൻ്റെ ജോലിയിൽ ഇത് പോകുന്നു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക, പൈസ ഞാൻ അങ്ങോട്ട് ഇറക്കാം എന്ന് പറയുന്ന ഒരു ഇതിലാണ് അച്ഛൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരമ്മ, അപ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾ. പല കുടുംബങ്ങളിലും അച്ഛനും അമ്മയും മക്കളും തമ്മിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു കാര്യം സംസാരിച്ചാൽ തുടങ്ങി അപ്പടിയാണ്. അതിപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മൾ ഇടുന്ന നമ്മുടെ പ്രൊഫൈൽ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ ഒരു പ്രൊഫൈൽ പ്രസൻറ്റ് ചെയ്യുന്ന ഇതിലായിക്കോട്ടെ, ഒരു ചെറുപ്പം മുതൽ നമ്മൾ എങ്ങനെ ആക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള നമ്മുടെ കഥയുണ്ടല്ലോ, അത് വളരെ ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യും.